കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനങ്ങൾ മിദ്യാനിയർക്ക് ഭയപ്പെട്ട് വാഴുന്ന ഒരു കാലമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവർ വിളയിക്കുന്ന വിളവ് പോലും ഇവർക്ക് എടുക്കുവാൻ പറ്റാത്ത ഒരു കാലം. അപ്പോൾ ആ സമയത്ത് ഒരു രാത്രി അവർക്ക് ഭയന്ന് രാത്രി ഈ ഗോതമ്പിനെ മുന്തിരിച്ചക്കിൻ്റെ അടുത്തിൽ വെച്ച് അത് എടുത്തുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു സമയത്ത് പൊടിച്ച് പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികിൽ മെതിക്കുകയായിരുന്നു എന്ന് കാണുന്നു. അപ്പം മെതിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, പരാക്രമശാലിയെ എന്ന് ഗിദിയോനെ നോക്കി വിളിക്കുന്നു. അപ്പോൾ ഇവിടെ പേടിച്ചാണ് ഗിദിയോൻ ഇരിക്കുന്നത്. ആ സമയത്ത് പരാക്രമശാലിയെ എന്ന് വിളിച്ചപ്പോൾ ഗിദിയോൻ അവിടെ ദൂതനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഗിദിയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാനുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്ന് കാണുന്നു. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളെ കർത്താവ് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു അത്ഭുതം ഒന്നും ഇവർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഇവരിന്ന് ഭയന്ന് ശത്രുവിന് ഭയന്നിരിക്കുകയാണ്. അപ്പോൾ ആ അത്ഭുതങ്ങളൊക്കെ നമ്മെ വിട്ടുപോയി, കർത്താവ് നമ്മെ കൈവിട്ടു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവമക്കളായിരിക്കുന്ന പലരും പറയുന്ന ഒരു കാര്യം ഇതാണ്: തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത്തിന്മേൽ കഷ്ടം വരുമ്പോൾ അവർ പറയണം, കർത്താവ് നമ്മെ കൈവിട്ടു, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവരുടെ സഹിക്കുന്നതിലും ഏറെ അവർ സഹിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത് അവർക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ ആയതുകൊണ്ട് അവർ പറയുകയാണ്, കർത്താവ് ഇപ്പോൾ നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നു, കൈവിട്ടിരിക്കുന്നു എന്ന്. പക്ഷേ നാം ആരൊക്കെയാണ് കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അത്ഭുതം നടക്കുന്നില്ല, ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടന്ന് നമുക്ക് കാണുന്നില്ല എന്ന് വേദനയോടെ ഇരിക്കുന്നു, അവരോട് എനിക്കൊന്നും കഴിവില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരോട് ദൈവാത്മാവ് എന്ത് പറയുന്നു വെച്ചാൽ പരാക്രമശാലി എന്നാണ് വിളിക്കുന്നത്. എന്നു പറഞ്ഞാൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യുവാനുള്ള കഴിവ് കർത്താവ് നമുക്ക് തരും. നമ്മുടെ ഏത് കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് വെളിവരുവാൻ സാധിക്കും. പ്രിയ ദൈവ പൈതലേ, നാം ചിലപ്പോൾ ഈ ഒരു ഗിദിയോനെ പോലെ നാം ശത്രു സൈന്യത്തെ പേടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ പേടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളെ പേടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലോ ഓഫീസിലുള്ളവരെ പേടിച്ച് നാം ഒതുങ്ങി ജീവിക്കുന്നതായിരിക്കും. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് എടുത്തു പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടത്തിലായിരിക്കും നമ്മൾ. അപ്പോൾ അവരുടെ മുമ്പ് നാം എങ്ങനെ തലവിയർത്തി നിൽക്കുമെന്ന വേദനയോടെ ഇരിക്കുന്ന നിങ്ങളോട് ഇന്ന് കർത്താവ് പറയാണ്, പരാക്രമശാലി എന്ന് പറയാമെന്ന്. ഒരു പരാക്രമശാലി എത്രത്തോളം അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അവൻ ചെയ്യും. അതേപോലെ തന്നെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ എല്ലാ കാര്യവും നമുക്ക് ചെയ്യുവാനും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു വിജയകരമായ ഒരു ജീവിതം ജീവിപ്പാനും അടുത്ത ദൈവത്തിൻ്റെ രാജ്യത്തിൽ പോയി ചേരുവാനും സാധിക്കും. പ്രിയ ദൈവമക്കൾ, അതിനാക്കി വേണ്ടി നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, കണ്ണുനീരിൻ്റെയും കർത്താവേ വേദനകളുടെയും നൊമ്പരങ്ങളുടെയും ഇടയിലിരിക്കുന്ന ഇവരുടെ കണ്ണുനീരിൻ്റെ യാചനകൾ അങ്ങ് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പെട്ടെന്നുണ്ടായ കർത്താവെ നാശനഷ്ടങ്ങളും മരണങ്ങളും നിമിത്തം കുടുംബങ്ങൾ കർത്താവെ പലവിധ വേദനയിലാണല്ലോ കർത്താവെ. ഇവർക്ക് മുമ്പോട്ട് പോകുവാനുള്ള ഒരു വഴി അങ്ങ് തുറന്നു കൊടുക്കണം. ഗിദിയോന് കർത്താവെ പ്രത്യക്ഷമായി സംസാരിച്ചതുപോലെ ഇവരോടും പ്രത്യക്ഷമായി സംസാരിച്ച് ഭയപ്പെടാതെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് ഇവരോട് പറയുവാനും ഇവർ ജീവിതത്തിൽ കർത്താവെ ഒരിക്കൽ കൂടെ കർത്താവെ ഒന്ന് എഴുന്നേറ്റ് പ്രകാശിപ്പാൻ, എഴുന്നേറ്റ് ഓടുവാൻ കർത്താവെ ആരോഗ്യം കൃപയും ദൈവം നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ പാദത്തിൽ സകലരെയും സമർപ്പിക്കുന്ന കർത്താവെ, ആരും നശിച്ചു പോകാതിരിപ്പാൻ അപ്പനെ അങ്ങയുടെ കരങ്ങളിൽ പിടിച്ച് അന്ത്യം വരെ നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.